നിങ്ങൾ ആരെങ്കിലും ഉപ്പുമാവിൻ്റെ കൂടെ ചമ്മന്തി കൂടി കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കഴിച്ച് നോക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം അത്ര വലിയ വാവ് ടേസ്റ്റ് ഒന്നുമില്ല. വെറുതെ വിശപ്പടക്കാൻ വേണ്ടി കഴിച്ചുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ഒരു പറ ചോറ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇതെന്തുവാന്ന് വെച്ചാൽ പൊട്ടറ്റോ മസാലയാണ്. അടിപൊളി ടേസ്റ്റാണ്. പൊട്ടറ്റോ മസാലയും കൂടെ തലേന്നത്തെ തക്കാളി ചാറും ഉണ്ടായിരുന്നു. പിന്നെ ചോറും വെച്ച് കഴിഞ്ഞപ്പോൾ അടുക്കള പൂട്ടാമെന്ന് കരുതി ഇരുന്നപ്പോഴാണ് മീൻകാരൻ്റെ എൻട്രി. അങ്ങനെ മീൻ മേടിക്കാമെന്ന് കരുതി വട്ടമത്തി കിട്ടി. വട്ടമത്തി ഉമ്മ വെട്ടുന്ന സമയത്തിന് ഞാനാണെങ്കിൽ തേങ്ങ ചുരണ്ടി തേങ്ങായും മുളക് അരച്ച് മീൻകറി വെക്കാനാണ്. ജോലികളെല്ലാം പെട്ടെന്ന് തീർത്തിട്ട് വേണം എനിക്കാണെങ്കിൽ ക്ലാസ്സിന് പോകാനായിട്ട്. അങ്ങനെ ദേ മീൻകറി അടുപ്പത്തിരുന്ന് തിളക്കുന്നുണ്ട്. പിന്നെ മീനാണെങ്കിൽ മസാലയും തേച്ച് വെക്കുന്നുണ്ട്. മീൻ പൊരിക്കാൻ വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയി. കുളിച്ച് നിസ്കരിച്ച് വന്നപ്പോഴത്തേക്കും ചോറ് തിന്നാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ ചോറെല്ലാം കഴിച്ച് ഞാൻ ദേ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി പോയി. വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് വരുന്നതുകൊണ്ട് തന്നെ ഉറക്കം നല്ല തകൃതിയായിട്ട് വരുന്നുണ്ട്. പിന്നെ സീറ്റ് കിട്ടിയാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല തണുത്ത കാറ്റും കൊണ്ട് നല്ല അടിപൊളി ഉറക്കം അങ്ങ് പാസ്സാക്കി. വല്ലച്ചാലും ക്ലാസ്സിലെത്തി. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരിയായിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. വീട്ടിൽ ചെന്നപ്പോഴുണ്ട് ഐദൂസിൻ്റെ കാത്തുനിൽപ്പാണ് മഞ്ചിന് വേണ്ടിയിട്ട്. മഞ്ചില്ല എന്നറിഞ്ഞപ്പോൾ ഉള്ള പിണങ്ങിപ്പോക്കാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ പുറകിൽ പോയി നോക്കിയപ്പോൾ മുറിയിലാണെങ്കിൽ കയ്യും കെട്ടി മോന്തയും വീർപ്പിച്ച് നിൽക്കുവാണ്. മഞ്ച് മേടിച്ചുകൊണ്ട് കൊടുക്കാത്തതിനുള്ള ദേഷ്യമാണ്. മഞ്ച് വേണമെന്നില്ല, ഏതെങ്കിലും ഒരു മിഠായി മതി. പക്ഷെ നമ്മളങ്ങനെ ശീലിപ്പിച്ചാൽ അതൊരു ചീത്ത ശീലമായി പോകും. പക്ഷേ അവനെ നമ്മൾ പിണക്കാനും പാടില്ല. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചൊരു സ്വഭാവമാണിത്. മഞ്ച് മേടിക്കുന്ന പൈസ അവന് കുടുക്കലിടാൻ കൊടുക്കും. അപ്പോൾ അവനും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. രാത്രി ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണെങ്കിൽ ഈ ഒരു ഐറ്റം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചി ഉണ്ടാക്കിയതാണിത്, എള്ളുണ്ടയാണെങ്കിൽ ഉരുട്ടിയിട്ടില്ല, ഉരുട്ടുന്നതിന് മുമ്പത്തെ സ്റ്റേജാണിത്. രാത്രിയാണെങ്കിൽ ഞാൻ ചോറ് കഴിച്ചത് ഈ ഒരു ചട്ടിയിലിട്ടിട്ടാണ്. ഇതാണെങ്കിൽ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയ ചട്ടിയാണ്. അങ്ങനെ മെഴുക്ക് പുരട്ടിയും പിന്നെ ചാറുകറിയും മിച്ചറും ഒക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു. എന്നെപ്പോലെ ആരെങ്കിലും ഈ മിച്ചറും കൂട്ടി ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഉമ്മച്ചി കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഈ ഒരു നൊസ്റ്റു മിഠായി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ മിഠായി തിന്നാനായിട്ട്. അങ്ങനെ അതും കഴിച്ചു. അപ്പോൾ ഓക്കെ, ബൈ.